ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിലെ സയൻസ് മേഖലയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വിളയിക്കാം നൂറുമേനി എന്നുള്ളതാണ്. എന്താണ് ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് PSC ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉൾപ്പെടുത്തിയത്. സുഹൃത്തുക്കൾ പഠിക്കാൻ ശ്രമിക്കുക. വിളയിക്കാം നൂറുമേനി എന്ന് പറയുന്നത് ഒരുപാട് ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് സസ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിലുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഇത് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം വിളയിക്കാം നൂറുമേനിയിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന്. വിളയിക്കാം നൂറുമേനി. സസ്യങ്ങളിൽ നിന്നും നല്ല വിളവ് ലഭിക്കാൻ പ്രധാനമായും പരിഗണിക്കേണ്ട ഘടകങ്ങളാണ് വളക്കൂറ്, അനുയോജ്യമായ കാലാവസ്ഥ, നല്ല വിത്തിനങ്ങളുടെ നടീൽ വസ്തുക്കളും അതുപോലെ നല്ല രീതിയിലുള്ള പരിചരണവും. അപ്പോ സസ്യത്തിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുന്നതിന് പ്രധാനമായും പരിഗണിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാ സുഹൃത്തുക്കളെ? വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, നല്ല വിത്തിനങ്ങളും നടീൽ വസ്തുക്കളും അതുപോലെ നല്ല രീതിയിലുള്ള പരിചരണവും. വിത്തുകളും നടീൽ വസ്തുക്കളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് വിത്തുകളെ പറ്റിയിട്ടാണ്. പഠിക്കുക. ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്നാണ് വിത്തെടുക്കേണ്ടത്. ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്നാണ് വിത്ത് എടുക്കേണ്ടത്. അതായത് ഒരു ചെടി പൂത്ത് അത് ഫലമായ ഉടനെ ചെന്നിട്ട് അതിനകത്ത് നമ്മളൊരു വിത്ത് ശേഖരിക്കാൻ പാടില്ല. അതിന്റെ മധ്യകാലഘട്ടത്തിലുള്ള നല്ല മൂപ്പെത്തിയ ഫലങ്ങളാണ് എന്തിനുപയോഗിക്കേണ്ടത്? വിത്തെടുക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. വലിപ്പം, ഭാരം, പുറംതോടിന്റെ പ്രത്യേകത എന്നിവ അനുസരിച്ച് വേണം വിത്തിനെ തിരഞ്ഞെടുക്കുവാൻ. വലിപ്പം, ഭാരം, പുറംതോടിന്റെ പ്രത്യേകത എന്നിവ അനുസരിച്ച് വേണം വിത്തിനെ തിരഞ്ഞെടുക്കുവാൻ. നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നല്ല വിളവ് ലഭിക്കുന്നതിന് ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുത്ത ഫലം, ചെടി എന്നിവ ഗുണമേന്മയുള്ളതായിരിക്കണം. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വേണ്ടി വിത്തെടുത്ത ഫലം ഏതാണോ ആ ഫലവും അതുപോലെ തന്നെ ചെടി എന്നിവ ഗുണമേന്മ ഉള്ളതായിരിക്കണം. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളതാണ് ലൈംഗിക പ്രജനനം. എന്താ സുഹൃത്തുക്കളെ ലൈംഗിക പ്രജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സസ്യത്തിന്റെ വിത്തിൽ നിന്നും പുതിയൊരു സസ്യം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ലൈംഗിക പ്രജനനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു സസ്യത്തിന്റെ വിത്തിൽ നിന്നും പുതിയൊരു സസ്യം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നമ്മൾ ലൈംഗിക പ്രജനനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ലൈംഗിക പ്രജനനത്തിലൂടെ മാത്രമേ വിത്തുകൾ ഉണ്ടാകാറുള്ളൂ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിച്ചോളണേ. സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ ഈ പോയിന്റ്സ് കയറി വരും. ലൈംഗിക പ്രജനനത്തിലൂടെ മാത്രമേ ഒരു സസ്യത്തിലെ വിത്തുകൾ ഉണ്ടാകാറുള്ളൂ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഒരു സസ്യത്തിന്റെ വിത്തിൽ നിന്നും പുതിയൊരു സസ്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ലൈംഗിക പ്രജനനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ലൈംഗിക പ്രജനനത്തിലൂടെ മാത്രമേ വിത്തുകൾ ഉണ്ടാകാറുള്ളൂ. അടുത്തതാണ് കായിക പ്രജനനം. അപ്പോൾ ലൈംഗിക പ്രജനനത്തിൽ നിന്ന് എന്തോ വ്യത്യാസം കാണുമല്ലോ കായിക പ്രജനനത്തിന്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായിട്ടുള്ള വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം. സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായിട്ടുള്ള വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് വിത്തിനുപരിയായിട്ട് ഒരു സസ്യത്തിന്റെ വേരോ, തണ്ടോ, ഇലയോ അല്ലെങ്കിൽ കാണ്ഡമോ എന്നിവയിൽ നിന്ന് ഏതെങ്കിലും ഒരു പുതിയ തൈ രൂപപ്പെടുവാണെന്നുണ്ടെങ്കിൽ ആ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് കായിക പ്രജനനം. കായിക പ്രജനനം ഒരു അലൈംഗിക പ്രത്യുൽപാദന രീതിയാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രജനന പ്രക്രിയയാണ് എന്നുണ്ടെങ്കിൽ കായിക പ്രജനനം എന്ന് പറയുന്നത് അലൈംഗിക പ്രത്യുൽപാദന രീതിയാണ്. കായിക പ്രജനനത്തിന് ഉപയോഗിക്കുന്ന സസ്യഭാഗങ്ങളെ പൊതുവെ നടീൽ വസ്തുക്കൾ എന്നറിയപ്പെടുന്നു. കായിക പ്രജനനത്തിന് ഉപയോഗിക്കുന്ന സസ്യഭാഗങ്ങൾ പൊതുവെ നടീൽ വസ്തുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് മുരിങ്ങയും ശീമക്കൊന്നയും. ഇത് രണ്ടും അങ്ങ് പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ലൈംഗിക പ്രത്യുൽപാദനം വഴിയും അതിനോടൊപ്പം തന്നെ കായിക പ്രജനനം വഴിയും പുതിയ സസ്യത്തെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സസ്യങ്ങളാണ് മുരിങ്ങയും ശീമക്കൊന്നയും. ഒന്നുമില്ല സുഹൃത്തുക്കളെ, മുരിങ്ങയുടെ കാണ്ഡം അല്ലെങ്കിൽ ആ കമ്പ് നമ്മൾ ഒടിച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ മുരിങ്ങ പിടിക്കുമല്ലേ, അതുപോലെ തന്നെ മുരിങ്ങയുടെ വിത്തിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? മുരിങ്ങ പുതിയൊരു സസ്യം രൂപപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ശീമക്കൊന്നയുടെ കേസിലും. ശീമക്കൊന്നയിലും വിത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ സസ്യം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ശീമക്കൊന്നയുടെ കൊമ്പൊടിച്ച് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യും? പുതിയൊരു സസ്യമായിട്ട് മാറും. അപ്പോൾ ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അത്
മുരിങ്ങയും ശീമക്കൊന്നയുമാണ് പഠിക്കുക. സസ്യങ്ങളിലെ കൃത്രിമ പ്രത്യുൽപാദന രീതികളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സസ്യങ്ങളില് നമ്മൾ മനുഷ്യരായിട്ട് കണ്ടെത്തിയിട്ടുള്ള കൃത്രിമ പ്രത്യുൽപാദന രീതികളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായി പഠിക്കാനുള്ളതാണ് പതിവയ്ക്കൽ അഥവാ ലെയറിങ്. പതിവയ്ക്കൽ അഥവാ ലെയറിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് പതിവയ്ക്കൽ അഥവാ ലെയറിംഗ് എന്ന്. ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവയുടെ മിശ്രിതമാണ് പതിവയ്ക്കലിന് ഉപയോഗിക്കുന്നത്. പഠിച്ചോളനെ, ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവയുടെ മിശ്രിതമാണ് പതിവയ്ക്കലിന് ഉപയോഗിക്കുന്നത്. പ്രധാനമായും പതിവച്ച് ഉപയോഗിക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി. ഇതിൽ പേര അങ്ങ് ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങ് പഠിച്ചു വെച്ചോളണേ. അപ്പോൾ പതിവയ്ക്കലിലൂടെ പുതിയൊരു സസ്യത്തെ നമ്മൾ രൂപീകരിക്കുന്ന ഏതിൽ നിന്നൊക്കെയാണ്? പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി എന്നിവയ്ക്കാണ്. പതിവയ്ക്കലിനെ പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നു. പതിവയ്ക്കലിനെ പ്രധാനമായിട്ടും രണ്ടായി നമുക്ക് തരംതിരിക്കാം. വായുവിൽ പതിവയ്ക്കലും അതുപോലെ നാഗപതിവയ്ക്കലും. വായുവിൽ പതിവയ്ക്കലും അതുപോലെ നാഗപതിവയ്ക്കലും. എന്താണ് ഇവ രണ്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കൾ പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. സസ്യങ്ങളിലെ കൃത്രിമ പ്രത്യുൽപാദന രീതികളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം പഠിക്കാനുള്ളതാണ് പതിവയ്ക്കൽ അഥവാ ലെയറിങ്. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവയുടെ മിശ്രിതമാണ് പതിവയ്ക്കലിന് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പതിവയ്പ്പിലൂടെ പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി എന്നിവയാണ്. പതിവയ്ക്കലിന് പ്രധാനമായും രണ്ടായിട്ട് തരംതിരിക്കാൻ നമുക്ക്. വായുവിൽ പതിവയ്ക്കലും അതുപോലെ നാഗപതിവയ്ക്കലും. നമുക്ക് നോക്കാം ഇവയുടെ വ്യത്യാസം എന്താണെന്ന്. ആദ്യമായി നമുക്ക് നോക്കാനുള്ളത് വായുവിൽ പതിവയ്ക്കലാണ്. വായുവിൽ പതിവയ്ക്കൽ. വായുവിന്റെ സാന്നിധ്യത്തിൽ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് വായുവിൽ പതിവയ്ക്കൽ എന്ന്. വായുവിന്റെ സാന്നിധ്യത്തില് മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് വായുവിൽ പതിവയ്ക്കൽ എന്ന്. ഉദാഹരണമായിട്ട് പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം എന്നിവയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വായുവിൽ പതിവയ്ക്കലാണ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, വായുവിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ വായുവിൽ നമ്മൾ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് വായുവിൽ പതിവയ്ക്കൽ എന്നുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പേര, കശുമാവ്, സപ്പോട്ട, റോസ, ചാമ്പ, അതുപോലെ അത്തി, ബദാം എന്നിവയാണ്. ഇനി നാഗപതിവയ്ക്കൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലതരം സസ്യങ്ങളുടെ നീളമുള്ള കാണ്ഡങ്ങൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ചോ സസ്യകാണ്ഡങ്ങൾക്ക് ഇടവിട്ട് മണ്ണ് മൂടി വേര് മുളപ്പിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് നാഗപതിവയ്ക്കൽ എന്ന്. പഠിച്ചോളനെ, ചിലതരം സസ്യങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ കാണ്ഡം ഇങ്ങനെ മണ്ണിന് മുകളിലൂടെ എന്ത് ചെയ്യും? ഇങ്ങനെ നീണ്ടു കിടക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇത്തരം സസ്യങ്ങളുടെ കാണ്ഡം എന്ത് ചെയ്യും? മണ്ണിന്റെ അടിയിൽ എന്ത് ചെയ്യും? വളച്ചു വെച്ചോ അല്ലെങ്കിൽ സസ്യകാണ്ഡങ്ങളിൽ ഇടവിട്ടിടവിട്ട് മണ്ണിട്ട് മൂടിക്കൊണ്ടോ വേര് മുളപ്പിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് നാഗപതിവയ്ക്കൽ എന്ന്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നാഗപതിവയ്ക്കൽ എന്ന്. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സസ്യങ്ങളാണ് ബോഗൻവില്ല, അതായത് നമ്മുടെ കടലാസ് ചെടി കേട്ടോ. ബോഗൻവില്ല അഥവാ കടലാസ് ചെടി, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില എന്നിവയാണ്. ഈ നാഗപതിവയ്ക്കല് കൂടുതലായിട്ടും ചെയ്യുന്നത് കട്ടി കുറഞ്ഞ കാണ്ഡമുള്ള അല്ലെന്നുണ്ടെങ്കിൽ വള്ളിച്ചെടികളായിട്ട് വളരുന്ന സസ്യങ്ങളിലാണ് കൂടുതലായിട്ടും ഈ നാഗപതിവയ്ക്കൽ ചെയ്യുന്നത് കേട്ടോ. നാഗപതിവയ്ക്കൽ ഒന്നുകൂടി പറഞ്ഞു തരാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ചിലതരം സസ്യങ്ങളുടെ നീളമുള്ള കാണ്ഡങ്ങൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ചോ സസ്യകാണ്ഡങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും വേര് മുളപ്പിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് നാഗപതിവയ്ക്കൽ എന്ന്. ഇതിന് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ബോഗൻവില്ല അല്ലെങ്കിൽ നമ്മുടെ കടലാസ് പൂവ്, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില എന്നിവയാണ് പഠിക്കുക. പതിവയ്ക്കലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ സവിശേഷതകൾ പഠിക്കുക. പതിവയ്ക്കലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ സവിശേഷതകൾ. മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ സസ്യത്തിന് മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഇത്തരം സസ്യങ്ങൾക്ക് ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങ് പഠിച്ചോളേ. ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു പതിവയ്ക്കുന്ന സസ്യങ്ങള്. പഠിക്കുക, വേഗത്തില്
പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. പതിവയ്ക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സസ്യങ്ങള് തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. തായ്വേര് പടലം എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ സുഹൃത്തുക്കളെ, ഇങ്ങനെ മെയിൻ ആയിട്ട് ഒരു വേര് കാണും, അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, മറ്റു വേരുകൾ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. അപ്പോൾ ഈ തായ് വേരെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു വിത്തിൽ നിന്നും പുറത്തു വരുന്നതാണ്. തായ് വേരെന്ന് പറയുന്നത് അത് ആർക്ക് കാണില്ല, ഈ പതിവയ്ക്കലിലൂടെയുള്ള സസ്യങ്ങൾക്ക് കാണില്ല. അതുകൊണ്ടാണ് അവയ്ക്ക് വലിപ്പം കുറവും പ്രധാനമായിട്ടും അവയുടെ ആയുർദൈർഘ്യം അല്ലെങ്കിൽ അവയുടെ വളർച്ച കുറവായിരിക്കുന്നതിനും കാരണം. തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ പരിചരണം ആവശ്യമാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, കൂടുതൽ പരിചരണം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സസ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിപ്പോകുന്നതിന് കാണുന്നത് അറിയാമോ? അത്രയും നന്നായിട്ട് പരിചരിച്ചാൽ മാത്രമേ ഈ സസ്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം ഇവയിൽ മിക്കതും എന്താണ്, പതിവയ്ക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സസ്യങ്ങളാണ്. ഒന്നുകൂടി പറയാം, പതിവയ്ക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ സവിശേഷത എന്തായിരിക്കും? മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും. പതിവയ്ക്കലിലൂടെ കിട്ടുന്ന സസ്യത്തിനും ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വലിപ്പം കുറവായിരിക്കുമ്പോൾ തന്നെ അതെന്തെയും കായ്ക്കും, വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അപ്പോൾ വലിപ്പം കുറവായിരിക്കും, എന്നാൽ പെട്ടെന്ന് നശിച്ചു പോകുന്നവയായിരിക്കും. എന്നാൽ അവയുടെ ലൈഫ് സ്പാൻ ഇടയ്ക്ക് തന്നെ അല്ലെങ്കിൽ അവരുടെ ആയുർദൈർഘ്യത്തിനിടയ്ക്ക് തന്നെ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഉറപ്പ് കുറവായിരിക്കും. തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണവും ആവശ്യമാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ്. കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താ സുഹൃത്തുക്കളെ പറഞ്ഞത്? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന്. കമ്പൊട്ടിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ സസ്യത്തെ റൂട്ട് സ്റ്റോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. കമ്പൊട്ടിക്കലിന് ഒട്ടിക്കുന്ന കമ്പിനെ സയൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത് രണ്ടും അങ്ങ് പഠിച്ചോളണേ. കമ്പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ സസ്യത്തെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്നും, കമ്പൊട്ടിക്കുന്നതിന് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒട്ടിക്കുന്ന കമ്പിനെ സയൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഏറ്റവും പ്രധാനമായിട്ടും ഗ്രാഫ്റ്റിംഗ് നടത്തുന്നത് മാവിലാണ്. പഠിച്ചോളനെ, ഏറ്റവും കൂടുതൽ ഗ്രാഫ്റ്റിംഗ് നടത്തുന്നത് എന്തിലെന്ന് ചോദിച്ചാൽ അത് മാവിലാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഏറ്റവും കൂടുതൽ ഗ്രാഫ്റ്റിംഗ് നടത്തുന്നത് ആരിലാണ്? മാവിലാണ്. പഠിക്കുക. കമ്പൊട്ടിക്കൽ വഴി ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ സവിശേഷതകളാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെ പ്രത്യേകതയാണ് ഇവനുള്ളതെന്ന്. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന തൈകൾ ലഭിക്കുന്നു. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന തൈകൾ ലഭിക്കുന്നു. സയനായി തിരഞ്ഞെടുക്കുന്ന കമ്പ് മൂപ്പെത്തിയില്ലെങ്കിൽ കായ്കൾ ഉണ്ടാകാൻ കാലതാമസം വരുന്നു. നമ്മുടെ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചില മാവുകൾ കായ്ക്കാൻ സമയമെടുക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയനായിട്ട് അല്ലെങ്കിൽ കമ്പ് ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്ന ആ കമ്പ് മൂപ്പെത്തിയതല്ല എന്നുണ്ടെങ്കിൽ അത് കായ്ക്കാനായിട്ട് കാലതാമസം എടുക്കുന്നു. കമ്പൊട്ടിച്ച സ്ഥലത്ത് നിന്നും താഴേക്ക് വളർന്നു വരുന്ന മുകുളം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ചെടിയുടെ ഗുണമേന്മ കുറയുന്നു. കമ്പൊട്ടിച്ച സ്ഥലത്ത് നിന്നും താഴേക്ക് വളർന്നു വരുന്ന അല്ലെങ്കിൽ താഴ്ഭാഗത്ത് നിന്ന് വളർന്നു വരുന്ന മുകുളങ്ങള് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ചെടിയുടെ ഗുണമേന്മ കുറയുകയും ചെയ്യും. ഒന്നുകൂടി പറഞ്ഞു തരാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കമ്പൊട്ടിക്കൽ വഴി ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ സവിശേഷതകൾ ചോദിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന തൈകൾ ലഭിക്കുന്നു. സയനായി തിരഞ്ഞെടുത്തിരിക്കുന്ന കമ്പ് മൂപ്പെത്തിയില്ലെങ്കിൽ കായ്കൾ ഉണ്ടാകാൻ കാലതാമസം വരുന്നു. കമ്പൊട്ടിച്ച സ്ഥലത്ത് നിന്നും താഴേക്ക് വളർന്നു വരുന്ന മുകുളം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ചെടിയുടെ ഗുണമേന്മയെ അത് ബാധിക്കുകയും ചെയ്യും. പഠിക്കുക. മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിംഗ്. അടുത്ത എന്താണ്? മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിംഗ് ആണ്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീവസ്തുക്കൾ ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ബഡ്ഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തുക്കൾ ഉണ്ടാക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിംഗ് എന്ന്. എന്തെന്ന് അറിയപ്പെടുന്നത്? ബഡ്ഡിംഗ് എന്ന്. ഒരു ചെടിയിൽ പലയിനം പൂക്കൾ ഉണ്ടാകാൻ ഉപയോഗിക്കുന്ന രീതി മുകുളനം അല്ലെങ്കിൽ ബഡ്ഡിംഗ് ആണ്. പഠിച്ചോളനെ, ഒരു ചെടിയില് പലയിനം പൂക്കൾ ഉണ്ടാകുന്നതിന് ഉപയോഗിക്കുന്ന രീതി ചോദിച്ചു കഴിഞ്ഞാൽ അത് മുകുളനം അഥവാ ബഡ്ഡിംഗ് ആണ്.
ബഡ്ഡിംഗ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സസ്യം എന്ന് ചോദിച്ചാൽ അത് റബ്ബർ ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഏറ്റവും കൂടുതൽ ബഡ്ഡിംഗ് ചെയ്യുന്ന സസ്യം ഏതാണ്? റബ്ബറിനെയാണ്. അതിനോടൊപ്പം തന്നെ റോസിനെയും അല്ലെങ്കിൽ റോസയെയും നമ്മൾ ബഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ബഡ്ഡിങ്ങിന് ഉപയോഗിക്കുന്നത് ആരെയാണ്? റബ്ബറിനെയാണ്. പഠിക്കുക. അപ്പോൾ താഴെ പറയുന്നവയിലെ ബഡ്ഡിംഗ് അല്ലെങ്കിൽ മുകുളനം ഉപയോഗിക്കുന്നത് ഏത് സസ്യത്തിനാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഓപ്ഷനിൽ റബ്ബർ കാണും. അതുകൊണ്ട് പഠിച്ചോളുക. ഒന്നുകൂടി പറയാം. മുകുളനം അഥവാ ബഡ്ഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തുക്കൾ ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളനം അഥവാ ബഡ്ഡിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു ചെടിയിൽ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നതിന് ഉപയോഗിക്കുന്ന രീതി മുകുളനം അഥവാ ബഡ്ഡിംഗ് ആണ്. ഉദാഹരണത്തിന് റബ്ബറും റോസും പഠിക്കുക. അടുത്തതാണ് വർഗസങ്കരണം. എന്താണ് വർഗസങ്കരണം? ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ് നമ്മൾ പറയുന്നത്. വർഗസങ്കരണം. ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ടു ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് വർഗസങ്കരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളായിട്ടുള്ള രണ്ടു ചെടികളെ തമ്മില് കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നല്ല ക്വാളിറ്റിയുള്ള പയർ വിത്ത് ഉണ്ട് എന്ന് കരുതുക. നല്ല ക്വാളിറ്റിയുള്ള പയർ വിത്താണ്. പക്ഷേ ആ പയർ വിത്ത് നമ്മൾ നട്ടപ്പോഴേക്കും ഒരു പയർ വിത്ത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. പക്ഷെ കായ്ക്കുന്ന കായ്കൾക്കൊന്നും പ്രതിരോധ ശേഷിയില്ല എന്ന് കരുതുക. നമ്മുടെ കയ്യിലുള്ള മറ്റൊരു പയറിന് നല്ല പ്രതിരോധ ശേഷിയുണ്ട്. പക്ഷെ ആ പയറ് പെട്ടെന്നൊന്നും കായ്ക്കത്തുമില്ല എന്ന് കരുതുക. അപ്പോൾ നമ്മളെ കയ്യിൽ പയറാണേ ഉള്ളത്. അതിൽ ഒരു പയർ ഒരുപാട് കായ്ക്കും. പക്ഷെ ആ കായ്കൾക്കൊന്നും പ്രതിരോധ ശേഷി ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകും. രണ്ടാമത്തെ പയറിന് നല്ല പ്രതിരോധ ശേഷിയുണ്ട്. പക്ഷെ അവൻ കായ്ക്കാൻ നല്ല സമയമെടുക്കും. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് സസ്യങ്ങളെയും തമ്മിൽ പരാഗണം നടത്തും. അല്ലെങ്കിൽ ഈ ഒരേ ഗുണത്തിലുള്ള രണ്ട് സസ്യങ്ങളെയും കൂടെ നമ്മൾ എന്ത് ചെയ്യും? പരാഗണം നടത്തും. അതിന്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിത്തുകൾ എങ്ങനെയുള്ളതായിരിക്കും? നല്ല പ്രതിരോധ ശേഷിയുള്ള ഒരുപാട് കായ്ക്കുന്ന പയർ വിത്തുകൾ നമുക്ക് ലഭിക്കും. സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതിനെ വിളിക്കുന്ന പേരാണ് വർഗസങ്കരണം എന്ന്. വർഗസങ്കരണത്തിലൂടെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇത്തരം വിത്തുകൾ സങ്കരയിനം വിത്തുകൾ എന്നറിയപ്പെടുന്നു. അപ്പോ വർഗസങ്കരണത്തിലൂടെ ഉണ്ടാകുന്ന എല്ലാ വിത്തുകളും ഗുണമേന്മയുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ചില വിത്തുകൾക്ക് മാതൃസസ്യത്തിന്റെ അതേ സ്വഭാവമായിരിക്കും. ചില വിത്തുകൾക്ക് രണ്ട് മാതൃസസ്യത്തിലെയും ദോഷം മാത്രം കിട്ടിയത് കാണും. എന്നാൽ ചില വിത്തുകൾ മാത്രമായിരിക്കും നല്ല വിത്തുകൾ. അവരെന്ത് ചെയ്യും? കൃത്യമായിട്ട് മാതൃസസ്യങ്ങളുടെ നല്ല ഗുണം മാത്രമുള്ള വിത്തുകളായിരിക്കും കിട്ടുന്നത്. അത്തരം വിത്തുകളെ നമ്മൾ എന്ത് ചെയ്യും? തിരഞ്ഞെടുത്തിട്ട് നമ്മളെ ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ വർഗസങ്കരണത്തിലൂടെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്നും ഗുണമേന്മയുള്ള വിത്തുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇത്തരം വിത്തുകളെ സങ്കരയിനം വിത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സങ്കരയിനം വിത്തുകളാണ്. നമുക്ക് നോക്കാം സങ്കരയിനം വിത്തുകൾ അല്ലെങ്കിൽ സങ്കരയിനം സസ്യങ്ങള്. പ്രധാനമായിട്ട് പഠിക്കാനുള്ളതാണ് പച്ചമുളക്. പച്ചമുളകിന്റെ പ്രധാന സങ്കര ഇനങ്ങളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, ഭാഗ്യലക്ഷ്മി, ഭാരത്, അറയ്ക്കമോഹിനി, അനുഗ്രഹ. പഠിച്ചോളെ. പച്ചമുളകിന്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, ഭാഗ്യലക്ഷ്മി, ഭാരത്, അറക്കമോഹിനി, അതുപോലെ തന്നെ അനുഗ്രഹ. പഠിക്കുക. പയറിന്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി, മാലിക, ലോല. പയറിന്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങൾ ഏതാണ്? ജ്യോതിക, ഭാഗ്യലക്ഷ്മി, മാലിക, ലോല എന്നിവയാണ്. നെല്ലിന്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ് പവിത്ര, അന്നപൂർണ, ഹ്രസ്വ. നെല്ലിന്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ് പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ. വെണ്ടയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ് സൽകീർത്തി, കിരൺ, അർക്ക, അനാമിക, ആനക്കൊമ്പൻ, സുസ്ഥിര. പഠിച്ചോളണേ. വെണ്ടയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ് സൽകീർത്തി, കിരൺ, അർക്ക, അനാമിക, ആനക്കൊമ്പൻ. പ്രീവിയസ് ആണ്. ആനക്കൊമ്പൻ, സുസ്ഥിര എന്നിവ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പച്ചമുളകിന്റെ പ്രധാനപ്പെട്ട സങ്കര ഇന വിത്തുകളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, ഭാഗ്യലക്ഷ്മി, ഭാരത്, അറക്കമോഹിനി, അനുഗ്രഹ എന്നത്. പയറിന്റെ പ്രധാനപ്പെട്ട സങ്കര ഇന വിത്തുകളാണ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി, മാലിക, ലോല എന്നിവ. നെല്ലിന്റെ പ്രധാനപ്പെട്ട സങ്കര ഇന വിത്തുകളാണ് പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ.
വെണ്ടയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ് സൽകീർത്തി, കിരൺ, അർക്ക, അനാമിക, ആനക്കൊമ്പൻ, സുസ്ഥിര എന്നിവ. ഇതിൽ ആനക്കൊമ്പൻ ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിക്കുക. തെങ്ങിന്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങൾ നമ്മൾ സെപ്പറേറ്റ് എടുത്തു തന്നെ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് തെങ്ങിന്റെ സങ്കര ഇനങ്ങൾ. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന തെങ്ങിന്റെ സങ്കര ഇനം ഏതാ സുഹൃത്തുക്കളെ? ചന്ദ്രലക്ഷയാണ്. ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും തമ്മിൽ ചേർത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ചന്ദ്രലക്ഷ എന്ന പേരിലുള്ള തെങ്ങിനം. അപ്പൊ ചന്ദ്രലക്ഷ എന്ന് പറയുന്ന തെങ്ങിനെ നമ്മൾ എങ്ങനെയാ ഉണ്ടാക്കിയത്? ലക്ഷദ്വീപ് ഓർഡിനറിയോടൊപ്പം ചാവക്കാട് ഓറഞ്ചിനെയും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ചന്ദ്രലക്ഷ എന്ന പേരിലുള്ള തെങ്ങിനം നമ്മൾ ഉണ്ടാക്കിയത്. ടീൻഡുഡി എന്ന പേരിൽ അറിയപ്പെടുന്ന തെങ്ങിനം എന്ന് ചോദിച്ചാൽ അത് ചന്ദ്രലക്ഷയാണ് കേട്ടോ. ടീൻഡുഡി തെങ്ങുകൾ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? സാധാരണഗതിയിൽ അത് ചന്ദ്രലക്ഷ തെങ്ങുകളാണ്. അടുത്തതാണ് ചന്ദ്രശങ്കര തെങ്ങുകൾ. എന്താണ് ചന്ദ്രശങ്കര തെങ്ങുകള്? ചാവക്കാട് ഓറഞ്ചിനെയും വെസ്റ്റ് കോസ്റ്റ് ടോളിനെയും തമ്മിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ പുതിയ ഇനം തെങ്ങിനമാണ് ചന്ദ്രശങ്കര എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ചന്ദ്രശങ്കര എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതൊരു തെങ്ങിനമാണ്. ഇത് ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്ന തെങ്ങിനത്തിനെയും വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന് പറയുന്ന തെങ്ങിനത്തെയും തമ്മിൽ ചേർത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ചന്ദ്രശങ്കര എന്ന് പറയുന്ന തെങ്ങിനം. D/T എന്ന പേരിൽ അറിയപ്പെടുന്ന തെങ്ങ് എന്ന് ചോദിച്ചാൽ അത് ചന്ദ്രശങ്കരയാണ്. D/T എന്ന പേരിൽ അറിയപ്പെടുന്നത് ചന്ദ്രശങ്കരയാണ്, പഠിക്കുക. ലക്ഷഗംഗ. ലക്ഷദ്വീപ് ഓർഡിനറിനെ ഗംഗാബോധം എന്നറിയപ്പെടുന്ന തെങ്ങും തമ്മിൽ കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണ് ലക്ഷഗംഗ എന്ന് പറയുന്ന തെങ്ങിനം. എന്തൊക്കെയാണ് ലക്ഷഗംഗ എന്ന തെങ്ങിനത്തിലുള്ളത്? ലക്ഷദ്വീപ് ഓർഡിനറിയെയും അതുപോലെ ഗംഗാബോധം എന്ന് പറയുന്ന തെങ്ങിനെയും തമ്മിൽ കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണ് ലക്ഷഗംഗ എന്ന് പറയുന്ന തെങ്ങ്, പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. പ്രധാനപ്പെട്ട 3 തെങ്ങിനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ തെങ്ങിനമാണ് ചന്ദ്രലക്ഷ എന്ന് പറയുന്നത്. ലക്ഷദ്വീപ് ഓർഡിനറിനെയും ചാവക്കാട് ഓറഞ്ചിനെയും തമ്മിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ചന്ദ്രലക്ഷ എന്ന് പറയുന്ന തെങ്ങ്. ഇത് ടീൻഡുഡി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ചന്ദ്രശങ്കര എന്ന് പറയുന്ന തെങ്ങ് എന്ന് ചോദിച്ചാൽ ചാവക്കാട് ഓറഞ്ചിനെയും വെസ്റ്റ് കോസ്റ്റ് ടോളിനെയും തമ്മിൽ ചേർത്തുകൊണ്ട് നമ്മൾ നിർമ്മിച്ചതാണ് ചന്ദ്രശങ്കര എന്ന് പറയുന്ന തെങ്ങിനം. ഇതിനെ D/T എന്ന പേരിൽ അറിയപ്പെടുന്നു. മൂന്നാമതായിട്ടുള്ള തെങ്ങിനം ഏതാണ്? ലക്ഷഗംഗ എന്നുള്ള തെങ്ങിനമാണ്. ലക്ഷദ്വീപ് ഓർഡിനറിനെ ഗംഗാബോധം എന്ന് പറയുന്ന തെങ്ങുമായിട്ട് കൂട്ടിച്ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയതാണ് ലക്ഷഗംഗ എന്ന് പറയുന്ന സങ്കര ഇനം തെങ്ങിനം, പഠിക്കുക. വഴുതനയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വൈശാലി, നവീൻ, ഗുൽമോഹർ, സൂര്യ, ശ്വേത, ഹരിത, നീലിമ. വഴുതനയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? വൈശാലി, നവീൻ, ഗുൽമോഹർ, സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവയാണ്. തക്കാളിയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ് മുക്തി, അനഘ, അക്ഷയ. തക്കാളിയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ് മുക്തി, അനഘ, അക്ഷയ എന്നിവ. മത്തന്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ് സുവർണ, സൂരജ്, അർക്കചന്ദ്രൻ, സോളൻ. പഠിച്ചോളനെ. മത്തന്റെ പ്രധാനപ്പെട്ട സങ്കര ഇന വിത്തുകളാണ് സുവർണ, സൂരജ്, അർക്കചന്ദ്രൻ, സോളൻ എന്നിവ. പാവലിന്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ് പ്രീതി, പ്രിയങ്ക, കോയമ്പത്തൂർ ലോങ്, അർക്കഹരിത, പ്രിയ എന്നിവ. ഇതിനകത്ത് പ്രിയങ്ക ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളണം, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പാവലിന്റെ പ്രധാനപ്പെട്ട സങ്കര ഇനം വിത്തുകളാണ് പ്രീതി, പ്രിയങ്ക, കോയമ്പത്തൂർ ലോങ്, അർക്കഹരിത, അതുപോലെ പ്രിയ എന്നിവ, പഠിക്കുക. വെള്ളരിക്കയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനം വിത്തുകളാണ് മുടിക്കോട് ലോക്കല്. മുടിക്കോട് ലോക്കൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങ് പഠിച്ചോളണേ. മുടിക്കോട് അല്ലെങ്കിൽ മുടിക്കോട് ലോക്കല്, സൗഭാഗ്യ, അരുണിമ. സൗഭാഗ്യ, അരുണിമ വെള്ളരിയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനം വിത്തുകളാണ്. മുടിക്കോട് ലോക്കല്, സൗഭാഗ്യ, അരുണിമ എന്നിവ, പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. വഴുതനയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനം വിത്തുകളാണ് വൈശാലി, നവീൻ, ഗുൽമോഹർ, സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവ. തക്കാളിയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ് മുക്തി, അനഘ, അക്ഷയ എന്നിവ. മത്തന്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ് സുവർണ, സൂരജ്, അർക്കചന്ദ്രൻ, സോളൻ എന്നിവ. പാവലിന്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ് പ്രീതി, പ്രിയങ്ക, കോയമ്പത്തൂർ ലോങ്, അർക്കഹരിത, പ്രിയ എന്നിവ. വെള്ളരിയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ്
മൂടിക്കോട് ലോക്കല് അല്ലെങ്കിൽ മുടിക്കോട് ലോക്കല്, സൗഭാഗ്യ, അരുണിമ എന്നിവ പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ്. താഴെ പറയുന്ന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ എല്ലാം നമ്മുടെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഗവേഷണ കേന്ദ്രങ്ങളും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. കേരള കാർഷിക സർവകലാശാല അഥവാ KAU, കേരള കാർഷിക സർവകലാശാല അല്ലെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് ആദ്യം നോക്കാനുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. തൃശൂർ ജില്ലയിലെ മണ്ണൂത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളുക. തൃശൂർ ജില്ലയിലെ മണ്ണൂത്തിയിലാണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അഥവാ CTCRI, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അഥവാ CTCRI, കിഴങ്ങുവർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗവേഷണ സ്ഥാപനമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. കിഴങ്ങുവർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗവേഷണ സ്ഥാപനമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കേരള കാർഷിക സർവകലാശാല അഥവാ KAUവിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. തൃശൂർ ജില്ലയിലെ മണ്ണൂത്തിയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI, കിഴങ്ങുവർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗവേഷണ സ്ഥാപനമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. പഠിക്കുക. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് RRII, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് RRII പ്രത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യമായതുമായിട്ടുള്ള റബ്ബർ വികസിപ്പിക്കുന്ന സ്ഥാപനമാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് കോട്ടയം ജില്ലയിലെ മങ്കാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. പ്രത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതുമായ റബ്ബർ വികസിപ്പിക്കുന്ന സ്ഥാപനമാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ RRII. ഇത് കോട്ടയം ജില്ലയിലെ മങ്കാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെ കുറിച്ചുള്ള ഗവേഷണം നടത്തുന്ന സ്ഥാപനമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെ കുറിച്ചുള്ള ഗവേഷണം നടത്തുന്ന സ്ഥാപനമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. കാസർഗോഡ് ജില്ലയിലെ കുടലൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിലെ കൊടുലൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പഠിക്കുക. കാസർഗോഡ് ജില്ലയിലെ കുടലു അല്ലെങ്കിൽ കടലൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പഠിക്കുക. ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ എന്നിവ കർഷകരിൽ എത്തിക്കുന്ന സ്ഥാപനമാണ് കൃഷിഭവൻ. പഠിക്കുക. ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളെയും നടീൽ വസ്തുക്കൾ എന്നിവ കർഷകരിൽ എത്തിക്കുന്ന സ്ഥാപനമാണ് കൃഷിഭവൻ. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഹരിത വിപ്ലവം. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. ഹരിത വിപ്ലവം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ. ഡോക്ടർ MS സ്വാമിനാഥൻ ജനിച്ചത് 1925-ലാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ ജനിച്ചത് 1925-ലാണ്. ഇന്ത്യ കൂടാതെ പല തെക്കു കിഴക്കേഷ്യൻ രാജ്യങ്ങളിലും പട്ടിണി കുറഞ്ഞതിന് കാരണം MS സ്വാമിനാഥന്റെ ഹരിത വിപ്ലവത്തിൽ ഉണ്ടായിരുന്ന വിജയമായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ കൂടാതെ പല തെക്കു കിഴക്കേഷ്യൻ രാജ്യങ്ങളിലും പട്ടിണി കുറഞ്ഞതിന് കാരണം ചോദിച്ചാൽ MS സ്വാമിനാഥന്റെ ഹരിത വിപ്ലവത്തിലുള്ള വിജയമായിരുന്നു. MS സ്വാമിനാഥൻ മരണപ്പെട്ട തീയതി 28 സെപ്റ്റംബർ 2023. കറണ്ട് അഫേഴ്സ് ആണ്, പഠിച്ചോളണേ. MS സ്വാമിനാഥൻ മരണപ്പെട്ട തീയതി 28 സെപ്റ്റംബർ 2023-ലാണ്. മാക്സസെ അവാർഡ്, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് MS സ്വാമിനാഥന്. പഠിച്ചോളണേ. മാക്സസെ അവാർഡ്, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? MS സ്വാമിനാഥന് ലഭിച്ചിട്ടുണ്ട്.
ഹരിത വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കൂടി നമുക്കൊന്ന് നോക്കാനുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വികസിപ്പിക്കുക, നൂതന കൃഷിരീതികൾ കർഷകർക്ക് പരിചയപ്പെടുത്തുകയും പരിശീലനം നൽകുകയും ചെയ്യുക. ഭക്ഷ്യ ഉൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുക. ഇത്രയുമായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മസനോബു ഫുക്കുവോക്ക. ചില സുഹൃത്തുക്കളൊക്കെ കേട്ട് കാണും മസനോബു ഫുക്കുവോക്ക. ജപ്പാനിലെ ജൈവ കൃഷി ഗവേഷകനാണ് മസനോബു ഫുക്കുവോക്ക. മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരുവെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി മസനോബു ഫുക്കുവോക്ക. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വം ആരാണ്? മസനോബു ഫുക്കുവോക്കയാണ്. രാസവള പ്രയോഗത്താൽ പ്രാണമറ്റ മണ്ണിന്റെ മൃതസഞ്ജീവനിയാണ് ജൈവവളം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് മസനോബു ഫുക്കുവോക്കയാണ്. രാസവള പ്രയോഗത്താൽ പ്രാണനറ്റ മണ്ണിന്റെ മൃതസഞ്ജീവനിയാണ് ജൈവവളം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി മസനോബു ഫുക്കുവോക്കയാണ്. പഠിക്കുക. ജൈവ കൃഷിയെ പരാമർശിക്കുന്ന ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന കൃതി രചിച്ചത് മസനോബു ഫുക്കുവോക്കയാണ്. പഠിച്ചോളനെ. ജൈവ കൃഷിയെ പരാമർശിക്കുന്ന ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന കൃതി രചിച്ച വ്യക്തി ആരാണ്? മസനോബു ഫുക്കുവോക്കയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള വ്യക്തിത്വമാണ് സുഭാഷ് പാലേക്കർ. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പേരുകളാണ്. സുഭാഷ് പാലേക്കർ. മസനോബു ഫുക്കുവോക്കയെ സമാനമായി ഇന്ത്യയിൽ പ്രചാരം നേടിയ ആശയമാണ് മഹാരാഷ്ട്രക്കാരനായ സുഭാഷ് പാലേക്കറുടെ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന കൃഷി രീതി. അപ്പോ ഇന്ത്യയില് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്ന പുതിയൊരു കൃഷിരീതിയുടെ ഉപജ്ഞാതാവാരാണ്? സുഭാഷ് പാലേക്കർ ആണ്. പഠിക്കുക. മസനോബു ഫുക്കുവോക്കയ്ക്ക് സമാനമായി ഇന്ത്യയിൽ പ്രചാരം നേടിയ ആശയമാണ് മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള സുഭാഷ് പാലേക്കറുടെ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന കൃഷിരീതി. പഠിച്ചോളനെ. സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗിന്റെ പിതാവ് അല്ലെങ്കിൽ അതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സുഭാഷ് പാലേക്കർ ആണ്. സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗിന്റെ പ്രത്യേകതകൾ നമ്മളൊന്ന് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗിന്റെ പ്രത്യേകതകൾ: വിത്തിനും വളത്തിനും അധികം മുതൽ മുടക്കില്ല. ചാണകം പ്രധാന വളമായി ഉപയോഗിക്കുന്നു. ഒരു പശുവിൽ നിന്ന് ലഭിക്കുന്ന ചാണകം ഉപയോഗിച്ച് 30 ഏക്കർ വരെ കൃഷി ചെയ്യുന്നതാണ് ഇതിന്റെ രീതി. ഒരു പശുവിൽ നിന്ന് ലഭിക്കുന്ന ചാണകം ഉപയോഗിച്ച് 30 ഏക്കർ വരെ കൃഷി ചെയ്യാമെന്നുള്ളതാണ് ഈ രീതിയുടെ പ്രത്യേകത. വിത്തുകൾ രോഗവിമുക്തമാക്കുന്നതിന് ബീജാമൃതം എന്ന ജൈവ മിശ്രിതം ഉപയോഗിക്കുന്നു. വിത്തുകള് രോഗവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ബീജാമൃതം എന്ന ജൈവ മിശ്രിതം ഉപയോഗിക്കുന്നു. മണ്ണിലെ സൂക്ഷ്മജീവികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നു. ഒന്നുകൂടി പറയാം. സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വിത്തിനും വളത്തിനും അധികം മുതൽ മുടക്കില്ല. ചാണകം പ്രധാന വളമായി ഉപയോഗിക്കുന്നു. ഒരു പശുവിന്റെ ചാണകം ഉപയോഗിച്ച് 30 ഏക്കർ വരെ കൃഷി ചെയ്യാൻ കഴിയുന്നു. വിത്തുകൾ രോഗവിമുക്തമാക്കാൻ ബീജാമൃതം എന്ന ജൈവ മിശ്രിതം ഉപയോഗിക്കുന്നു. മണ്ണിലെ സൂക്ഷ്മജീവികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് ചെറുവയൽ രാമൻ. ആരാണ്? ചെറുവയൽ രാമൻ. സുഭാഷ് പാലേക്കറിനെ പോലെ കേരളത്തിൽ പ്രശസ്തനായ ജൈവ കർഷകനാണ് ചെറുവയൽ രാമൻ എന്ന് പറയുന്നത്. സുഭാഷ് പാലേക്കറിനെ പോലെ കേരളത്തിൽ പ്രശസ്തനായിട്ടുള്ള ജൈവ കർഷകനാരെന്ന് ചോദിച്ചാൽ അത് ചെറുവയൽ രാമനാണ്. സ്വന്തം കൃഷിയിടത്തിൽ 41 നാടൻ നെല്ലിനങ്ങൾ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് സംരക്ഷിക്കുന്ന വ്യക്തിയാണ് ചെറുവയൽ രാമൻ. സ്വന്തം കൃഷിയിടത്ത് 41 നാടൻ നെല്ലിനങ്ങള് ജൈവ രീതിയിൽ കൃഷി ചെയ്ത് സംരക്ഷിക്കുന്ന വ്യക്തിയാണ് ചെറുവയൽ രാമൻ. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് വളങ്ങൾ. നമുക്ക് നോക്കാം എന്താണ് വളങ്ങൾ എന്ന്. മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മണ്ണിൽ ചേർക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്ന പേരാണ് വളങ്ങൾ. മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ണിൽ ചേർക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? വളങ്ങൾ എന്നുള്ളത്. വളങ്ങൾ പ്രധാനമായിട്ടും രണ്ടു തരമുണ്ട്. ജൈവ വളങ്ങളും രാസവളങ്ങളും. വളങ്ങൾ പ്രധാനമായും 2 തരമുണ്ട് സുഹൃത്തുക്കളെ. ഏതൊക്കെയാണ്? ജൈവവളങ്ങളും രാസവളങ്ങളും. നമുക്കറിയാവുന്ന ടോപ്പിക്ക് തന്നെയാണ്, എന്നാലും ഒന്ന് പറയുന്നേ ഉള്ളൂ. ജൈവവളങ്ങൾ ജൈവ വസ്തുക്കളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വളങ്ങളാണ് ജൈവവളങ്ങൾ അല്ലെങ്കിൽ ജൈവ
പദാർത്ഥങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളാണ് ജൈവവളങ്ങൾ എന്നറിയപ്പെടുന്നത്. ജൈവവളങ്ങൾ കൂടുതൽ അളവിൽ മണ്ണിൽ ചേർത്താൽ മാത്രമേ മണ്ണിന് ഫലപുഷ്ടി ലഭിക്കുകയുള്ളൂ. ഇമ്പോർട്ടന്റ് ആണ്. ജൈവവളങ്ങൾ കൂടുതലായിട്ട് മണ്ണിൽ ചേർത്താൽ മാത്രമേ മണ്ണിന് ഫലപുഷ്ടി കൂടുകയുള്ളൂ. മണ്ണിന് ദോഷകരമല്ലാത്ത വളങ്ങളാണ് ജൈവവളങ്ങൾ. മണ്ണിന് ദോഷകരമല്ലാത്ത വളങ്ങളാണ് ജൈവവളങ്ങൾ. ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ ജൈവവളങ്ങൾക്ക് സാധിക്കില്ല. അതായത് പൊട്ടാസ്യത്തിന്റെയോ സോഡിയത്തിന്റെയോ അല്ലെങ്കിൽ നൈട്രജന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടാസ്യത്തിന്റെയോ അല്ലെങ്കിൽ ഫോസ്ഫറസിന്റെയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു കൃത്യമായിട്ടൊരു ഘടകത്തിന് മാത്രമായിട്ട് ജൈവവളം നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ജൈവവളത്തിൽ ഇവരെല്ലാവരും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രദേശത്ത് ജൈവവളം ഉപയോഗിക്കുമ്പോൾ ഇവയെല്ലാം ലഭിക്കും. അല്ലാതെ നമുക്ക് സാധാരണ മറ്റു വളങ്ങളെ പോലെ നമുക്ക് പൊട്ടാസ്യം മാത്രമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നൈട്രജൻ മാത്രമായിട്ടോ ഫോസ്ഫറസ് മാത്രമായിട്ടോ ഒന്നും എന്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല? ജൈവവളങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയില്ല. പഠിക്കുക. ജൈവവളങ്ങൾക്ക് ഉദാഹരണമാണ് ചാണകം, എല്ലുപൊടി, മണ്ണിര കമ്പോസ്റ്റ്, അതുപോലെ കോഴിക്കാഷ്ടം. പഠിച്ചോളണേ. ഇതിൽ എല്ലുപൊടി ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങ് പഠിച്ചോളുക. ജൈവവളങ്ങൾക്ക് ഉദാഹരണമാണ് ചാണകം, എല്ലുപൊടി, മണ്ണിര കമ്പോസ്റ്റ്, കോഴിക്കാഷ്ടം എന്നിവ പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് രാസവളങ്ങൾ. എന്താണ് രാസവളങ്ങൾ? രാസ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൃത്രിമമായ രീതിയിൽ വ്യാവസായികമായി നിർമ്മിക്കുന്ന വളങ്ങളാണ് രാസവളങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൃത്രിമമായ രീതിയിൽ വ്യാവസായികമായി നിർമ്മിക്കുന്ന വളങ്ങളാണ് രാസവളങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാസവളങ്ങൾ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ തന്നെ മണ്ണിന് ഫലപുഷ്ടി കൂടുന്നു. രാസവളങ്ങൾ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ തന്നെ മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിക്കുന്നു. അമിതമായ അളവിൽ രാസവളങ്ങൾ ഉപയോഗിച്ചാൽ മണ്ണിന്റെ ഘടന നശിക്കുന്നതിന് കാരണമാകുന്നു. അമിതമായ അളവില് രാസവളങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മണ്ണിന്റെ ഘടന നശിക്കുന്നതിന് കാരണമാകുന്നു. മണ്ണിന് ആവശ്യമായ ഘടകങ്ങളെ വേർതിരിച്ച് രാസവളങ്ങളിലൂടെ നൽകുവാൻ കഴിയുന്നു. മണ്ണിന് ആവശ്യമായ ഘടകങ്ങളെ വേർതിരിച്ച് രാസവളങ്ങളിലൂടെ നൽകുവാൻ കഴിയുന്നു. ഉദാഹരണം NPK വളങ്ങൾ, യൂറിയ. NPK വളങ്ങൾ, യൂറിയ എന്നിവയാണ് രാസവളങ്ങൾക്ക് ഉദാഹരണം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൃത്രിമമായ രീതിയിൽ വ്യാവസായികമായി നിർമ്മിക്കുന്ന വളങ്ങളാണ് രാസവളങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാസവളങ്ങൾ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ തന്നെ മണ്ണിന് ഫലപുഷ്ടി ലഭിക്കുന്നു. അമിതമായ അളവിൽ രാസവളങ്ങൾ ഉപയോഗിച്ചാൽ മണ്ണിന്റെ ഘടന നശിക്കുന്നതിന് കാരണമാകുന്നു. മണ്ണിന്റെ ആവശ്യമായ ഘടകങ്ങൾ വേർതിരിച്ച് രാസവളങ്ങളിലൂടെ നൽകുവാൻ കഴിയുന്നു. ഉദാഹരണമായിട്ട് NPK വളങ്ങൾ, യൂറിയ. പഠിക്കുക. അടുത്തതാണ് ജീവാണുവളം. എന്താ സുഹൃത്തുക്കളെ ജീവാണുവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതി അറിയപ്പെടുന്ന പേരാണ് ജീവാണുവളപ്രയോഗം. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതി അറിയപ്പെടുന്ന പേരാണ് ജീവാണുവളപ്രയോഗം. സ്യൂഡോമോണസ്, അസോസ്പൈറലം തുടങ്ങിയ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണം. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. PSC എടുത്ത് ചോദിക്കും. സ്യൂഡോമോണസ് താഴെ പറയുന്നതിൽ എന്തിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ അസോസ്പൈറലം താഴെ പറയുന്നതിൽ എന്തിന് ഉദാഹരണം എന്നൊക്കെ ചോദിച്ചിട്ട് ഓപ്ഷനകത്ത് ജീവാണു കാണും. തെറ്റരുത്. ജീവാണുവളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതി അറിയപ്പെടുന്ന പേരാണ് ജീവാണുവളപ്രയോഗം. സ്യൂഡോമോണസ്, അസോസ്പൈറലം എന്നിവയാണ് ജീവാണുവളങ്ങൾക്ക് ഉദാഹരണം. പഠിക്കുക. അടുത്തതാണ് കീടനിയന്ത്രണം. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് കീടനിയന്ത്രണം? കാർഷിക വിളകൾക്ക് ഹാനികരമാകുന്ന ചെറുജീവികളെ നിയന്ത്രിക്കുന്ന വഴി വിളകളുടെ നാശം ഒരു പരിധിവരെ കുറയ്ക്കുവാൻ കഴിയും. ഇതിനുപയോഗിക്കുന്ന മാർഗങ്ങളെ കീടനിയന്ത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ എന്താ കീടനിയന്ത്രണം? കാർഷിക വിളകൾക്ക് ഹാനികരമാകുന്ന ചെറുജീവികളെ നിയന്ത്രിക്കുന്നത് വഴി വിളകളുടെ നാശം ഒരു പരിധിവരെ കുറയ്ക്കുവാൻ കഴിയുന്നു. ഇതിനുപയോഗിക്കുന്ന മാർഗങ്ങളെയാണ് കീടനിയന്ത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിക്കുക. ആദ്യമായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ജൈവ കീട നിയന്ത്രണം. എന്താണ് ജൈവ കീട നിയന്ത്രണം? വിളകളെ നശിപ്പിക്കുന്ന കീടങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അവയെ നശിപ്പിക്കുന്ന മറ്റു കീടങ്ങളെ ഉപയോഗിക്കുന്ന മാർഗമാണ് ജൈവ കീട നിയന്ത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ജൈവ കീട നിയന്ത്രണം എന്താ സുഹൃത്തുക്കളെ? വിളകളെ നശിപ്പിക്കുന്ന കീടങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അവയെ നശിപ്പിക്കുന്ന മറ്റു കീടങ്ങളെ ഉപയോഗിക്കുന്ന മാർഗമാണ് ജൈവ കീട നിയന്ത്രണം എന്നറിയപ്പെടുന്നത്. വട്ടച്ചാഴി അഥവാ ലേഡി ബഗ് എന്നുള്ള ഷഡ്പദം ചെടികളിൽ വളരുന്ന കീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്നു. ഉദാഹരണം എന്താണ്? വട്ടച്ചാഴി അഥവാ ലേഡി ബഗ് എന്നറിയപ്പെടുന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന കീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്നു. ട്രൈക്കോഗ്രാമ എന്ന ചെറുപ്രാണി ഇലചുരുട്ടിപ്പുഴു പോലുള്ള കീടങ്ങളെ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ട്രൈക്കോഗ്രാമ എന്ന ചെറുപ്രാണി ഇലചുരുട്ടിപ്പുഴു പോലുള്ള കീടങ്ങളെ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ചുറ്റുമുള്ളതാണ് കേട്ടോ. തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികളെ
വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്ന് നശിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ജൈവ കീട നിയന്ത്രണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിളകളെ നശിപ്പിക്കുന്ന കീടങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അവയെ നശിപ്പിക്കുന്ന മറ്റു കീടങ്ങളെ ഉപയോഗിക്കുന്ന മാർഗമാണ് ജൈവ കീട നിയന്ത്രണം. വട്ടച്ചാഴി അഥവാ ലേഡി ബഗ് എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന കീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്നു. ട്രൈക്കോഗ്രാമ എന്ന ചെറുപ്രാണി ഇലചുരുട്ടിപ്പുഴു പോലുള്ള കീടങ്ങളെ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഈ ട്രൈക്കോഗ്രാമ അങ്ങ് പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ. ഇനിയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ട്രൈക്കോഗ്രാമ എന്തിന് ഉദാഹരണമാണ്? ജൈവ കീട നിയന്ത്രണ ഉദാഹരണമാണ്. തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികള് വിളയെ ബാധിക്കുന്ന കീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്നു. അടുത്തതാണ് യാന്ത്രിക കീട നിയന്ത്രണം. എന്താണ് യാന്ത്രിക കീട നിയന്ത്രണം? കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കിയോ മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക കീട നിയന്ത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക കീട നിയന്ത്രണം എന്നറിയപ്പെടുന്നത്. യാന്ത്രിക കീട നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറമോൺ കെണി. പഠിച്ചോളനെ, യാന്ത്രിക കീട നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫിറമോൺ കെണി എന്നുള്ളത് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് കീടനാശിനികൾ. വിളകളെ നശിപ്പിക്കുന്ന കീടങ്ങളെ കൂട്ടത്തോടെ നശിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കീടനാശിനികൾ. വിളകളെ നശിപ്പിക്കുന്ന കീടങ്ങളെ കൂട്ടത്തോടെ നശിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കീടനാശിനികൾ. കീടനാശിനികൾ പ്രധാനമായിട്ടും രണ്ടു തരം. രാസകീടനാശിനികളും ജൈവ കീടനാശിനികളും. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് രാസകീടനാശിനികൾ. രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കീടനാശിനികളാണ് രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കീടനാശിനികളാണ് രാസകീടനാശിനികളുടെ അമിത ഉപയോഗം മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ഹാനികരമാണ്. രാസകീടനാശിനിയുടെ അമിതമായ ഉപയോഗം മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ഹാനികരമാണ്. ശത്രുകീടങ്ങളെ മാത്രമല്ല മിത്രകീടങ്ങളെ കൂടി രാസകീടനാശിനി ഉപയോഗത്തിൽ നശിക്കുന്നു. ശത്രുകീടങ്ങൾ മാത്രമല്ല മിത്രകീടങ്ങൾ കൂടി രാസകീടനാശിനി പ്രയോഗത്തിൽ നശിക്കുന്നു. അമിതമായ രാസകീടനാശിനി പ്രയോഗം വിളകളുടെ നാശത്തിനും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്കും കോട്ടം വരുത്തുന്നു. അമിതമായുള്ള രാസകീടനാശിനി പ്രയോഗം വിളകളുടെ നാശത്തിനും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്കും കോട്ടം വരുത്തുന്നു. രാസകീടനാശിനികൾക്ക് ഉദാഹരണം ചോദിച്ചാൽ കാർബാമേറ്റ്, അതുപോലെ DDT. കാർബാമേറ്റ് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിക്കുക. അടുത്തതാണ് ജൈവ കീടനാശിനി. നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ, എന്താണ് ജൈവ കീടനാശിനി എന്ന്. രാസ കീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് ജൈവ കീടനാശിനികൾ. രാസ കീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് ജൈവ കീടനാശിനികൾ. ഇവ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ പ്രകൃതിക്കും മനുഷ്യനും ദോഷമല്ല. ഇവ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ പ്രകൃതിക്കും മനുഷ്യനും ദോഷമല്ല. ജൈവ കീടനാശിനികളും രാസകീടനാശിനികളെ അപേക്ഷിച്ച് പ്രവർത്തിക്കുന്ന സമയം കൂടുതൽ വേണ്ടിവരും. ജൈവ കീടനാശിനികൾക്ക് രാസകീടനാശിനികളെ അപേക്ഷിച്ച് പ്രവർത്തിക്കുന്നതിന് കൂടുതൽ സമയം വേണ്ടിവരുന്നു. രാസകീടനാശിനികളെക്കാൾ കൂടുതൽ അളവിൽ ഉപയോഗിച്ചാൽ മാത്രമേ ജൈവ കീടനാശിനികൾ ഫലപ്രദമാവുകയുള്ളൂ. രാസകീടനാശിനികളെക്കാൾ കൂടുതൽ അളവിൽ ഉപയോഗിച്ചാൽ മാത്രമേ ജൈവ കീടനാശിനികൾ ഫലപ്രദമാവുകയുള്ളൂ. എല്ലാ കീടങ്ങൾക്കുമെതിരെ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുവാൻ കഴിയില്ല. എല്ലാത്തരം കീടങ്ങൾക്കുമെതിരെ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുവാൻ കഴിയില്ല. ജൈവ കീടനാശിനികൾക്ക് ഉദാഹരണമാണ് പുകയില കഷായം, വേപ്പെണ്ണ, എമൽഷൻ, വെളുത്തുള്ളി, കാന്താരി മിശ്രിതം. പഠിച്ചോളനെ, ജൈവ കീടനാശിനികൾക്ക് ഉദാഹരണമാണ് പുകയില കഷായം, വേപ്പെണ്ണ, എമൽഷൻ, വെളുത്തുള്ളി, കാന്താരി മിശ്രിതം. പുകയില കഷായത്തിന്റെ നിർമ്മാണത്തിന് വേണ്ട വസ്തുക്കളാണ് പുകയില, ജലം, ബാർ സോപ്പ് എന്നിവ. പുകയില കഷായത്തിന്റെ നിർമ്മാണത്തിന് വേണ്ട വസ്തുക്കൾ എന്തൊക്കെയാ സുഹൃത്തുക്കളെ? പുകയില, ജലം, ബാർ സോപ്പ് എന്നിവയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. രാസകീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് ജൈവ കീടനാശിനികൾ. ഇവ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ഇവ പ്രകൃതിക്കും മനുഷ്യനും ദോഷമല്ല. ജൈവ കീടനാശിനികൾ രാസകീടനാശിനികളെ അപേക്ഷിച്ച് പ്രവർത്തിക്കുന്നതിന് സമയം കൂടുതൽ വേണ്ടിവരുന്നു. രാസകീടനാശിനികളെക്കാൾ കൂടുതൽ അളവിൽ ഉപയോഗിച്ചാൽ മാത്രമേ ജൈവ കീടനാശിനികൾ ഫലപ്രദമാവുകയുള്ളൂ. എല്ലാ കീടങ്ങൾക്കുമെതിരെ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുവാൻ കഴിയില്ല. ജൈവ കീടനാശിനികൾക്ക് ഉദാഹരണം പുകയില കഷായം, വേപ്പെണ്ണ, എമൽഷൻ, വെളുത്തുള്ളി, കാന്താരി മിശ്രിതം. ഇതിലെ പുകയില കഷായത്തിന്റെ നിർമ്മാണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. പുകയില കഷായം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? പുകയില, ജലം, ബാർ സോപ്പ് എന്നിവയാണ്. പഠിക്കുക. അടുത്തതാണ് നിർമ്മിത ബുദ്ധിയും കൃഷിയും.
നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ന് ഉപയോഗിച്ചു വരുന്നു. ഇതിനെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള കീട നശീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നു. പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. പക്ഷേ ചിലവ് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് നിർമ്മിത ബുദ്ധിയും കൃഷിയും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി അതിനെ ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ന് ഉപയോഗിച്ചു വരുന്നു. പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പണച്ചിലവുണ്ടായിരിക്കും ഇത് കൊണ്ടുവരുന്നതിന്. അടുത്തതാണ് ടിഷ്യൂ കൾച്ചർ. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ. എല്ലാ ഗുണങ്ങളുമുള്ള നൂറുകണക്കിന് തൈകൾ ഒരു ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും. ഇതാണ് ടിഷ്യൂ കൾച്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ ഗുണങ്ങളുമുള്ള നൂറുകണക്കിന് തൈകൾ ഒരു ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും. ഇതാണ് ടിഷ്യൂ കൾച്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങളാണ് പ്രധാനമായും ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യ ഫലപ്രദമായി ഉപയോഗിക്കുന്നത്. ഇതിൽ PSCയുടെ ചോദ്യം വാഴയായിരുന്നു കേട്ടോ. അപ്പോൾ വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങളാണ് പ്രധാനമായും ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത്. പഠിക്കുക. കൃഷിയുമായി പരമാവധി വൈവിധ്യം ഉറപ്പാക്കുന്നതിന് കർഷകർ സ്വീകരിക്കുന്ന മാർഗമാണ് ഇടവിള കൃഷിയും വിളപരിചയവും. പഠിക്കുക. കൃഷിയിൽ പരമാവധി വൈവിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കർഷകർ സ്വീകരിക്കുന്ന മാർഗമാണ് ഇടവിള കൃഷിയും വിളപരിചയവും. നമുക്ക് നോക്കാം എന്താണ് ഇടവിള കൃഷി എന്ന്. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകൾ അറിയപ്പെടുന്ന പേരാണ് ഇടവിളകൾ എന്ന്. ഇത് കൃഷി ചെയ്യുന്നതിനെ ഇടവിള കൃഷി എന്ന പേരിലും അറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ എന്താണ് ഇടവിള കൃഷി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകൾ അറിയപ്പെടുന്ന പേരാണ് ഇടവിളകൾ എന്ന്. ഈ ഇടവിളകൾ കൃഷി ചെയ്യുന്നതിന് ഇടവിള കൃഷി എന്നറിയപ്പെടുന്നു. മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുന്നതിന് ഇടവിള കൃഷി സഹായിക്കുന്നു. മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുന്നതിന് ഇടവിള കൃഷി സഹായിക്കുന്നു. ഉദാഹരണമായിട്ട് റബ്ബർ കൃഷിക്കിടയിൽ ചേന, ചേമ്പ്, കുരുമുളക് എന്നിവ കൃഷി ചെയ്യുന്നത് ഇടവിള കൃഷിക്ക് ഉദാഹരണമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കൃഷിക്ക് പരമാവധി വൈവിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കർഷകർ സ്വീകരിക്കുന്ന മാർഗമാണ് ഇടവിള കൃഷിയും അതുപോലെ വിളപരിചയവും. ഇടവിള കൃഷി എന്തെന്ന് ചോദിച്ചാൽ, പ്രധാന വിളകൾക്കിടയിൽ അവക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകൾ അറിയപ്പെടുന്ന പേരാണ് ഇടവിള എന്ന്. ഇത് കൃഷി ചെയ്യുന്നതിന് ഇടവിള കൃഷി എന്ന പേരിൽ അറിയപ്പെടുന്നു. മണ്ണിന്റെ പുഷ്ടി നിലനിർത്താൻ ഇടവിള കൃഷി സഹായിക്കുന്നു. ഉദാഹരണമായിട്ട് റബ്ബർ കൃഷിക്കിടയിൽ ചേന, ചേമ്പ്, കുരുമുളക് എന്നിവ കൃഷി ചെയ്യുന്നത്. പഠിക്കുക. അടുത്തതാണ് വിളപരിചയം. എന്താണ് വിളപരിചയം എന്ന് നമുക്ക് നോക്കാം. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് വിളപരിചയം എന്നറിയപ്പെടുന്നത്. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് വിളപരിചയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇടവേളകളിൽ നെൽപ്പാടത്ത് പയർ, ഉഴുന്ന് തുടങ്ങിയവ കൃഷി ചെയ്യുന്നത് വിളപരിചയത്തിന് ഉദാഹരണമാണ്. ഇടവേളകളിലെ നെൽപ്പാടത്ത് പയർ, ഉഴുന്ന് തുടങ്ങിയവ കൃഷി ചെയ്യുന്നത് വിളപരിചയത്തിന് ഉദാഹരണമാണ്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളതാണ് പയർ വർഗ്ഗങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ്. PSC ഒരുപാട് തവണ ചോദിച്ച പോയിന്റ്സ് ഇതിനകത്തുണ്ട്. പയർ വർഗ്ഗങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകമാണ് നൈട്രജൻ. അല്ലെ, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് നൈട്രജൻ. ജലത്തിൽ അലിഞ്ഞു ചേരുന്ന നൈട്രേറ്റ് ലവണങ്ങളാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. ജലത്തിൽ അലിഞ്ഞു ചേരുന്ന നൈട്രേറ്റ് ലവണങ്ങളാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുവാൻ കഴിവുള്ള ബാക്ടീരിയമാണ് റൈസോബിയം ബാക്ടീരിയ. അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുവാൻ കഴിവുള്ള ബാക്ടീരിയമാണ് റൈസോബിയം ബാക്ടീരിയകള്. പയർ, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങളുടെ വേരിൽ ബാക്ടീരിയകൾ വസിച്ച് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി വേരുകളുടെ മുഴകളിൽ സംഭരിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് നൈട്രജൻ സ്ഥിരീകരണം. പഠിച്ചോളനെ. പയറ്, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങളുടെ വേരിൽ ബാക്ടീരിയകൾ വസിച്ച് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റുകളാക്കി വേരുകളിലെ മുഴകളിലെ സംഭരിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് നൈട്രജൻ സ്ഥിരീകരണം. എന്താണ് നൈട്രജൻ സ്ഥിരീകരണം? പയറിന്റെ വേരിലെ മുകുളങ്ങളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ റൈസോബിയം ബാക്ടീരിയ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പയറിന്റെ വേരിലെ മുകുളങ്ങളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏതാണ്? റൈസോബിയം ബാക്ടീരിയയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് PSCയുടെ സ്ഥിരം ചോദ്യ മേഖല. PSCയുടെ സ്ഥിരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്.
പ്രധാനപ്പെട്ട കൃഷിരീതികൾ അറിയപ്പെടുന്ന പേരുകളാണ്. പ്രധാനപ്പെട്ട കൃഷിരീതികൾ അറിയപ്പെടുന്ന പേരുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി പിസികൾച്ചർ. പിസികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യകൃഷി. പിസികൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? മത്സ്യകൃഷി. പിസികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മത്സ്യകൃഷി. സെറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുനൂൽ കൃഷി. സെറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുനൂൽ കൃഷി. ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പകൃഷി. ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പകൃഷി. ഫ്ലവർ ഫ്ലോറി കേട്ടോ. എന്താണ്? പുഷ്പകൃഷി. എപ്പികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ച വളർത്തല്. എപ്പികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തേനീച്ച വളർത്തല്. ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുയൽ വളർത്തല്. മുയൽ ഭയങ്കര ക്യൂട്ടാണ് എന്നങ്ങ് പഠിച്ചാൽ മതി. ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞാല് മുയൽ വളർത്തല്. ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞാല് മുയൽ വളർത്തല്. മുയൽ വളരെ ക്യൂട്ടാണെന്ന് പഠിക്കുക. അപ്പൊ ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുയൽ വളർത്തല്. പൗൾട്രി ഫാമിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം, കോഴി വളർത്തല്. പൗൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കോഴി വളർത്തല്. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തല്. ഇപ്പോൾ അങ്ങോട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കന്നുകാലി വളർത്തലാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പിസികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യകൃഷി. സെറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുനൂൽ കൃഷി. ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പകൃഷി. ഫ്ലവർ ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പകൃഷി. എപ്പികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ച വളർത്തല്. ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുയൽ വളർത്തല്. പൗൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി വളർത്തല്. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തല്. പഠിക്കുക, ഇമ്പോർട്ടന്റ്. ഇത്രയുമായിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. പ്രധാനപ്പെട്ട ഒരുപാട് ടോപ്പിക്കുകൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒത്തിരി ടോപ്പിക്കുകൾ സുഹൃത്തുക്കളെ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ടോപ്പിക്കുകളുമാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്. ഇതും വെറും 7ാം ക്ലാസ്സിലെ സയൻസിലെ SCERT ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് മാത്രമാണ് ഇത്രയും പോയിന്റ്സ് നമുക്ക് കിട്ടിയെന്ന് ഓർക്കുക. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിന്റെ പ്രാധാന്യം സുഹൃത്തുക്കൾ മറക്കരുത്. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.